ഇറങ്ങണില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പം ആക്ച്വലി എല്ലാ വീഡിയോസും പെൻഡിങ് ആണ്. അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഗാലറിയിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ മേക്കപ്പ് ക്ലാസ് നടക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം ഒരു ചോക്ലേറ്റ് സ്കിൻ മേക്കപ്പാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മോഡലിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷായി ഇപ്പോൾ പോകുന്നത് കേട്ടോ. 10:30 നമ്മളുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ മോഡലിനെ പിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഷായിൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ ഇത്. വീടിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നാടാണെന്നേ ഉള്ളൂ, അത്ര അടുത്തല്ല, കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ആ ഒരു മോഡലിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഷായൻ ഇങ്ങനെ അതിഗംഭീരമായി പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്ക് ഓവർ ആണ് ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു എന്താ പറയാ മേക്ക് ഓവർ കോഴ്സ് ആവുമ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാ ടൈപ്പ് മീൻസ് ഒരു ഡിഫറെന്റ് സ്കിൻ ടോണുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ എനിക്കിന്ന് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കിന്നുള്ള കുട്ടിനെ കിട്ടി. ആ കുട്ടിനെ ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പിങ്കാണ് നമ്മളുടെ മോഡല് അനന്യ, മറ്റൊരാളുടെ കസിൻ ആണ് കേട്ടോ, കൃഷ്ണജ എന്നായിരുന്നു പേര്. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂട്ടി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? എക്സാം ആണോ നിനക്കിപ്പോ? അനന്യനെ വീട്ടിൽ കാണില്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷായി ലൈറ്റ്സും ട്രിപ്പോർഡും ഒക്കെ സെറ്റ് ചെയ്ത് തരായിരുന്നു. മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ന്യൂഡ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഒരുപാട് പോപ്പ് ചെയ്ത കളേഴ്സ് ഉണ്ടാവില്ല, ഒരുപാട് ബ്രൗണിലേക്കും പോകുന്നില്ല. ബ്രൗണിലേക്ക് നമ്മൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ആളുടെ അറ്റയർ ഒരു പിങ്ക് അല്ലേ, അപ്പം അതിലേക്ക് അത്ര അപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസേഴ്സോ എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ ബാക്കി മേക്കപ്പ് പ്രൊഡക്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്യാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ സ്കിൻ പ്രെപ്പിങ് മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഓരോ ടൈപ്പ് സ്കിന്നും ഓരോ ടൈപ്പ് മേക്കപ്പും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആളുടെ സ്കിൻ ടോണിനും കൂടെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ലെൻസിൻ്റെ കളറൊക്കെ ചൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഈ കണ്ണിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മുകളിലോട്ട് നോക്കുക. എന്നിട്ട് കണ്ണിന്റെ ഈ വെള്ള ഭാഗത്ത് വൈറ്റ് പോർഷനിൽ നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യാം, മെല്ലെ പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയാം. മെല്ലെ മെല്ലെ മാത്രം എൻ്റെ ഫിംഗറിലേക്ക് നോക്കുക, മെല്ലെ. ഇനി മെല്ലെ കണ്ണടയ്ക്കുക, ഐസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തോ. കണ്ണൊന്ന് നിറയും, അത് നോർമലാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. കണ്ണൊന്ന് ഓപ്പൺ. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു ഹുദ ബ്യൂട്ടീന്റെ ക്രീം ബ്രൂളി എന്ന് പറഞ്ഞ ഷെയ്ഡിന്റെ ജസ്റ്റ് ഒരു ടൈനിയസ്റ്റ് ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ടൈനി ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. ഹുദ ബ്യൂട്ടിയുടെ 150G ക്രീം ബ്രൂളി, CREME BRULEE ക്രീം ബ്രൂളി എന്നാണ് പറയാറ്. പിന്നെ പാക്കിന്റെ ഈ ഷെയ്ഡ് പാക്കിന്റെ HD ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. അതിന്റെ 4.9 എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് അത് ഒരു ടൈനിയസ്റ്റ് എമൗണ്ട് എടുക്കുന്നുണ്ട്. ഇതായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾ ഓവർ ദ ഫേസ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്രൈഡിന് ചെയ്യുന്നത് ഐ മേക്കപ്പ് ആണ്. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ഐ ബേസ് കൊടുക്കണം. അപ്പം അതിനായിട്ടാണ് 2 ഫൗണ്ടേഷൻസ് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലാവുമ്പോൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സ്ലോലി ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. ബ്ലെൻഡിങ് ഒക്കെ പ്രോപ്പർ ആവാനായിട്ട് സ്ലോലി ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്കതങ്ങനെ കൈവഴക്കം വരുമ്പോൾ, ഇതൊരു സ്കില്ലാണല്ലോ, നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് കൂടി വന്നോളും.
ഇപ്പൊ ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൾക്ക് കണ്ണിന്റെ ഈ ഒരു ബ്രോസും ലാഷും തമ്മിലുള്ള സ്പേസ് അത്യാവശ്യം കുറവാണ്, ഒരുപാട് അങ്ങനെ ബ്രോഡ്നെസ് ഇല്ല. ഇതിലേറെ വിടുത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് ഐ ഷേപ്പിനും ആ ഒരു ഐ സൈസിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെക്നിക്ക്, ഇതിലെല്ലാം ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കൂടെ എനിക്ക് ഇവിടെ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കട്ട് ക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മാറ്റ് ഐ ഷാഡോ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു കോർണറിലും പിന്നെ നമ്മളുടെ ഈ ഒരു ക്രീസിൽ, അതായത് ഈ ഒരു ഷേപ്പിലും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ട് ക്രീസ് ഐ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രീം കൺസീലർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇന്നർ കോർണറിന് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് ആ ഒരു ക്രീസിന്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുക്കും. എന്നിട്ട് അവിടെ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു കൺസീലർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പം നമുക്ക് അവിടെ ഒന്നും കൂടി ഒരു ലൈറ്റർ ആയിട്ട് കിട്ടുമല്ലോ കൺസീലർ വെച്ചിട്ട് നമ്മൾ കൺസീൽ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഷിമ്മേഴ്സോ, നമ്മൾ ഏത് കളറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷിമ്മേഴ്സ് കൊടുക്കുക. അപ്പം ആ ഒരു ഐ മേക്കപ്പിനെയാണ് കട്ട് ക്രീസ് ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ക്രീസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഫുള്ള്, അതായത് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൺസീലർ വെച്ചിട്ട് കൺസീൽ ചെയ്തിട്ട് ചെയ്യാം. അതിനെയാണ് ഫുൾ കട്ട് ക്രീസ് എന്ന് പറയുന്നത്, ഫുൾ കട്ട് ക്രീസ് ഐ മേക്കപ്പ്. പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് മാത്രം കട്ട് ചെയ്യാം. ഹാഫ്, അതായത് ഇപ്പം നമ്മളുടെ ഐബോൾസിൻ്റെ ഏകദേശം ഒരു ഇത്ര മാത്രം ചെയ്തിട്ട് ഇത്ര ചെയ്യാം. ഇത്ര ഭാഗം നമ്മൾ കൺസീലർ വെച്ചിട്ട് കൺസീൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ കോർണറും ഇതായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യും. അപ്പം എന്താ, ഹാഫ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പം അതിനാണ് ഹാഫ് കട്ട് ക്രീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഹാഫ് കട്ട് ക്രീസ് ലുക്കാണ് ചെയ്യുന്നത്. എപ്പോഴും കുറച്ചും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഹാഫ് കട്ട് ക്രീസ് ആണ്. ഇപ്പം നമ്മൾ കോർണേഴ്സിൽ ബ്രൗൺ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിനൊന്ന് ബ്ലെൻഡ് ചെയ്യാനും കൂടി നല്ലത് ഹാഫ് കട്ട് ക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീസ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഒരു കട്ട് ക്രീസ് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് സ്റ്റുഡൻസിന് കാണിച്ചു കൊടുത്തു. നമ്മൾ ഈ ക്ലാസ്സസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ആയിട്ടും അതുപോലെ വേറെ എക്സ്ട്രാ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് അഥവാ ക്ലാസ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നീട് കണ്ടിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ലോവർ ബൺ ഹെയർ സ്റ്റൈലും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ 2 ബാച്ചസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ബാച്ചിൽ 5 സ്റ്റുഡൻസും രണ്ടാമത്തെ ബാച്ചിൽ 10 സ്റ്റുഡൻസും ആയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ബാച്ചിൽ അഡ്മിഷൻ കുട്ടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഡ്മിഷൻസ് നമ്മൾ ഉടനെ തന്നെ ക്ലോസ് ചെയ്യും. പിന്നെ ഹെയർ സ്റ്റൈലിങ്ങും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ഒരു ലഞ്ച് ബ്രേക്കും കൊടുത്തു. പിന്നെ മോഡലിലും നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നത് ഷായയും ഫാമിലിയൊക്കെ നിലമ്പൂർ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അവർ നിലമ്പൂർ പോയി വന്നപ്പോൾ അവിടുത്തെ ഫർസയിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നതായിരുന്നു. അത് അതിലും വലിയ കോമഡി. ചിക്കൻ ബിരിയാണി 3 എണ്ണം ഫുള്ളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ചിക്കൻ ഇല്ല. ഈ നിലമ്പൂർ ഫർസയിലാണ് കേട്ടോ ഇത്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം. ഇതിപ്പോൾ മറന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ എന്നാൽ കൂടി നമ്മളുടെ ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ പാഴ്സൽ കൊടുത്ത സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ചിക്കൻ ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പരിതാപകരമായ അവസ്ഥ. ഒരൊറ്റ റൈസിൽ മാത്രം ചിക്കൻ ഉണ്ട്, ബാക്കി 2 എണ്ണത്തിൽ ചിക്കൻ ഇല്ല. അതായിരുന്നു കേട്ടോ അവസ്ഥ. അങ്ങനെ ഏതായാലും ഉള്ള ചിക്കനും റൈസും നമ്മളുടെ മോഡൽസിന് കൊടുത്തു. ബാക്കി റൈസ് ഞാനും കഴിച്ചു. പിന്നെ ഷായും ഫാമിലിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അവര് നിലമ്പൂർ വേറെ കുറച്ച് റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നീട് പാഴ്സൽ വാങ്ങി കൊണ്ടുവന്നത്. അപ്പൊ അതിലാണ് ഈ ഒരു അവസ്ഥ. പിന്നെ നമ്മൾ ഫർസയിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് വലിയൊരു കാര്യമായൊരു റെസ്പോൺസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിക്കട്ടെ ഇവരോട് ചോദിക്കട്ടെ, മാറിപ്പോയതാവും, ഇങ്ങനെയൊക്കെ കുറച്ചൊരു റിലക്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു നിലമ്പൂർ ഫർസയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 3ാമത്തെ ബിരിയാണി കേട്ടോ. ഇതിൽ മാത്രമാണ് ആക്ച്വലി പീസസ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ബാക്കി 2 എണ്ണത്തിലേക്കും കൂടിയുള്ള ചിക്കന് ഇതിലായിട്ട് അങ്ങനെ 3 എണ്ണത്തിന്റെയും കൂടി ഇതിലാണോ തന്നിട്ടുള്ളത് എന്ന അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ടല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പീസസ് മാറ്റി നോക്കുമായിരുന്നു. പക്ഷെ അല്ല, ഇതിൽ ഒരു 2.5 പീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു 3 ഫുള്ള് ചിക്കൻ ബിരിയാണിക്കുള്ള പീസസ് ഇതിൽ ഉണ്ടായിരുന്നില്ല. കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ആ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ അപമാനിക്കപ്പെടല്ലേ നമ്മളുടെ ഗസ്റ്റിന്റെ മുന്നിൽ.
എല്ലാവർക്കും നന്നായിട്ട് സെർവ് ചെയ്യണം, അവർക്ക് നല്ല ഭക്ഷണം കിട്ടണം, ഇതൊക്കെ അല്ലേ നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു കേട്ടോ, നന്നായിട്ട് വന്നു. ഈ നിലമ്പൂർ ഫർസയെ കുറിച്ചിട്ട് നമ്മൾ മുന്നേയും കുറേയൊക്കെ നെഗറ്റീവായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ പപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ പോയപ്പോഴുള്ള കുറച്ച് മോശം അനുഭവങ്ങളും അതുപോലെ ഒക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. എനിവേ പോട്ടെ, ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ആ ഉള്ളൊരു ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പിറ്റേ ദിവസമോ എങ്ങാനും 80-90 രൂപ എങ്ങാനും റീഫണ്ട് ചെയ്യുക ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 4-5 മണിയോട് കൂടിയിട്ട് നമ്മൾ മോഡലിന്റെ ആ ഒരു ഷൂട്ടും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതായിരുന്നു ആളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മൾ ആക്ച്വലി ഈ ഒരു ഷൂട്ടിങ്ങും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊക്കെ നേരം ഉണ്ടായിരുന്നു, 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ മേക്കപ്പ് എല്ലാം ഒഴിവാക്കി ഹെയർ സ്റ്റൈൽ ചെയ്തെല്ലാം റിമൂവ് ചെയ്തിട്ട് മേക്കപ്പ് എല്ലാം വൈപ്പ് ചെയ്തിട്ട് ആളെ നമ്മൾ തിരിച്ച് വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടയർഡായോ പറ. ടയർഡായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ മോഡൽ ആക്ച്വലി അത്യാവശ്യമൊക്കെ ടയർഡായിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും അത്ര എളുപ്പമുള്ള സുഖമുള്ള കാര്യമൊന്നുമല്ല. നല്ല സ്ട്രെയിനാണ് രണ്ടുപേർക്കും. ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് ഒരുപാട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ക്ലാസ്സസും എല്ലാം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതും ഒക്കെ. ഞങ്ങള് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പോകും. മുടിന്റെ ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. റൂമൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഫുള്ള് റെഡി ആക്കലാണ് അടുത്ത പരിപാടി. ആകെ വെയ്യാതെയായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനി അടുത്തൊരു മേക്ക് ഓവർ ലുക്കും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.